കുതിര അടിച്ച് ഒരു സംഭവം ലൈവ് കുടുങ്ങി. സംഭവം എന്താ വെച്ചാൽ മറ്റു മുമ്പുള്ള ചാമ്പ്യൻ അവൻ പോയില്ലേ? അവൻ പോയില്ലേ? സ്കോർപ്പിയോനെ വിട്ടില്ലേ? അവൻ പോയി. അവൻ വിട്ട് സ്കോർപ്പിയോനെ വിട്ടു. ആ ആൾക്കാരുടെ മൂട് മൊത്തം പോയി. ആ സ്കോർപ്പിയോനെ തട്ടിയില്ലേ? സ്കോർപ്പിയോ തട്ടീന്ന് സ്കോർപ്പിയോനെ മൂട് തട്ടിക്കണം. ഓ അറിഞ്ഞില്ല തട്ടിയോ. ആ കുതിര മറ്റാ സ്കോർപ്പിയോ അതിന് മൂട്ട് പോയി ചവിട്ടിക്കണ്. ആ ഓങ്കാവ് വളച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഗൈസ് ഗുൽമർഗ് കയറുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയൊരു പിരിവുണ്ട്. പേപ്പർ കാണിച്ചാ ഇതേട്ട സംഭവം എന്തോന്നാ മുനിസിപ്പാലിറ്റിയാ ഇതെന്താ മുനിസിപ്പൽ കമ്മ്യൂണിറ്റി അങ്ങനെ തോട്ടോ. ഒരിൻ്റെ അടിപൊളി. അത് സൈലൻസർ ചെറുതായിട്ട് ഗൈസ്. അത് സംഭവം മുനിസിപ്പൽ കമ്മ്യൂണിറ്റിൻ്റെ കീഴുണ്ടോ 20 ഉറുപ്പിക പിരിയുണ്ട് ഇവിടുന്ന്. കേരള ഇവിടെ നിന്ന് അങ്ങ് ടൂറിസ്റ്റ് തോന്നിക്കോന്നാ പണ്ട് പോയ മലയാളീസാണ് അല്ലേ? അയ്യോ അതാണ് സംഭവം. റോഡ് തന്നെ റോഡെന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനെയൊക്കെയാ കേട്ടോ റോഡ്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഒരു ശകുനായിരുന്നു ഇപ്പോൾ കണ്ടത്. നിങ്ങൾ ഒരു അടി കഴിഞ്ഞ വണ്ടി അടിപൊളിട്ടാ. എന്നുവെച്ചാൽ ഇവിടെയൊക്കെ ഈ ഗുൽമർഗ് എന്ന് പറഞ്ഞ ഏരിയ ഫുള്ള് സ്നോഫാളുള്ള ഏരിയ ആണ് തണുപ്പ് കാലത്ത്. ഇൻഷാ നമുക്ക് തിരിച്ച് വരുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും കൂടി ഒന്ന് നമ്മളാ സീസൺ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒരു സ്നോഫാൾ ഏരിയ കിട്ടുന്നത്. ഏതായാലും ഇതുവരെ കഷ്ടപ്പെട്ട് വന്നതല്ല. റോഡ് കണ്ട ഇതേയാണ് അവസ്ഥ. ചുരമല്ല എന്നാൽ ചുരമല്ല അതിൻ്റെ മുകളിലാണ്. ചുരം പോലത്തെ ചെറിയ ചെറിയ വളവുകളുണ്ട്. അതിന് പുറമെ ഫുള്ള് ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെ റോഡ് പോകുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് ഗുൽമർഗ് അല്ലേ? ഇവിടെ മഞ്ഞുള്ള സമയത്തല്ലേ രസം അല്ലേ? നല്ല സ്നോ ഉള്ള സമയത്താട്ടോ നല്ല ഭംഗിയോടെ കാണാനേ. ഫുള്ള് സ്നോ ഒക്കെ കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയൊക്കെ ഇവിടെ. എങ്ങോട്ടാ ഗൈസ്? ഇതാണ് ഗുൽമർഗ്. അത് കാണുന്നുണ്ട് കുതിരനെ കാണുന്നുണ്ട്. അത് കുതിര നടക്കാനുള്ള ഒരു ഏരിയ കേട്ടോ. ഇത് സത്യമായിട്ട് ഗുൽമർഗ് ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. ഇവിടെ ഹോട്ടൽ സ്റ്റേ സെറ്റപ്പ് ഇങ്ങനെ മോളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടെൻ്റ് എടുക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് സമ്മതിക്കൂല ഒരു കുട്ടി. അങ്ങനെ ഒരു വിഷയമുണ്ട്. എടുക്കാം മേലൊക്കെ ഓന്തി ഓടി എന്ത് എന്തൊക്കെ സംഭവിക്കുന്നു? ഇവിടെ നിന്ന് എടുക്ക ഈ സൈഡിലാ മേലെ പോയേക്കാണോ? ഇങ്ങോട്ടാ കുതിരൻ്റെ കഷ്ണം കൊണ്ടുണ്ടാക്കിയാൽ റോഡ് കാലുത്താൻ സ്ഥലമില്ല. ഓ ഫുള്ള് ഹോട്ടലും തന്നെയുള്ള ഇത്തപ്പത് കഥ. അത് സത്യം പറഞ്ഞോട് വിൻ്ററിലാവില്ലേ സീസണ്? അല്ലടാ ഈ മഞ്ഞിൻ്റെ അടിയിലൂടെ സ്റ്റേ അടിക്കാനുണ്ടാ ഫുള്ള് ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് സംഭവം അല്ലേ? എവിടെ ആ റോപ്പ് കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഗൈസ് ഇവിടെ നല്ലൊരു കിട്ടുള്ള സ്കൂളുണ്ട് കേട്ടോ. അവിടെ നല്ല
കുറ്റിച്ചാപ്പുടി സ്കൂൾ. ഇത് ഫുള്ള് വുഡാ. അടിപൊളി സ്കൂൾ കേട്ടോ. അങ്ങ് മുകളിലോട്ട് അത് കയറാൻ പറ്റത്തില്ല. ആരാ ഇത്? ആർമി ക്യാമ്പാടാ. നല്ല അടിപൊളി ഫ്രെയിമില്ലേ, ആ മരങ്ങളും ആ ഒരു സൂര്യനും. ഇവിടെ എല്ലാം ഫുള്ള് ഹോട്ടലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ മഞ്ഞത്ത് സ്റ്റേ അടിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാം. അതന്നെ സംഭവം, വേറെ ഒന്നുമില്ല ഇവിടെ. കുതിര ഓടി വരുന്നത്. ഓണത് പഞ്ഞി നേരം വണ്ടിക്കുന്നൊക്കെ. എന്തല്ലേ നല്ലൊരു അടിപൊളി ഫ്രെയിം കണ്ടപ്പോൾ നിർത്തിയാടാ. ഈ ഒരു ഫ്രെയിം നോക്കിയാൽ ആ ഒരു പാലവും നിങ്ങൾക്ക് കാണുന്നുണ്ടാ കേട്ടോ. അത് ആ സൈഡിൽ നിന്ന് കാണാൻ നല്ല രസം കേട്ടോ. ഫോട്ടോ എടുത്ത അടിപൊളിയാണ്. തിമറ ഗുൽമർഗിൽ നിങ്ങൾ വരുമ്പോൾ എന്താ പറയുക, സമ്മർ ടൈമിൽ വരണം കേട്ടോ. സമ്മർ ടൈമിൽ പക്ഷേ വിൻ്റർ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളി സ്നോ ഉള്ള ഏരിയ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളി ഇവിടെ സ്നോ സമയത്ത് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാവും കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിക്കാരം. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ പച്ചപ്പ് കാണാം ഞങ്ങൾക്ക് ഇവിടെ. പിന്നെ കൂടുതൽ ഹോട്ടൽ സ്റ്റേ തന്നെ കേട്ടോ. പിന്നെ കുതിര സവാരി, പിന്നെ എന്താ പറയുക റോപ്പ് വേ സെറ്റപ്പ് അങ്ങനത്തെയൊക്കെ കേട്ടോ. വേറെ കാര്യമൊന്നും നമുക്ക് തോന്നിയില്ല. നമ്മളിനി ഇവിടുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകും കേട്ടോ. ഓക്കെ, ഞങ്ങൾക്കൊരു പൂവ് കാണിച്ചിട്ട് ഈ പൂവ് നോക്കിയാൽ എന്നാ രസമല്ലേ കാണാൻ. വൈറ്റും എല്ലാം കൂടിയിട്ടോ കേട്ടോ. ആ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് ഉണ്ടെന്നല്ല, ആ സൂര്യൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ അടിപൊളി കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. യാ ഗൈസ്, അങ്ങനത്തെ നമ്മൾ മുകളിലൊരു മന്ദിർ കണ്ടിട്ടാ. നല്ല അടിപൊളി ഒരു തള്ളത്തിട്ടാ ഉണ്ടാക്കി ഉണ്ടാ. അങ്ങ് മുകളിലോട്ട് ഇങ്ങനെ നടന്നു പോകണം. അടക്കി ആ കണ്ടോ നിങ്ങൾക്ക്? അടിപൊളി ഒരു രക്ഷയില്ല. ആ മരങ്ങൾക്കിടയിലുള്ള വീടുകളൊക്കെ നോക്കിയേ. വീട് സ്റ്റേ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഇവിടെ. കൂടുതലതാ ഇങ്ങോട്ട് നോക്കിയേ, എന്നെ രസമല്ലേ കാണാനേ. ആ ഒരു വീടുണ്ടോ, അവിടൊരു പ്രത്യേക ഭംഗിയായിട്ട്. ഒരു മന്ദിരമാണോ വീടാണോ എന്താണെന്ന് അറിയില്ല. അടിപൊളിയിട്ടാ, ഒരു രക്ഷയില്ല. കിഡിലും കളറ്. സോളാർ സിസ്റ്റം ഉണ്ട് കേട്ടോ. സോളാർമാലാണ് പോകുന്നത്. ഇവിടെ കറണ്ടും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. സൂര്യൻ അങ്ങനത്തെ അങ്ങ് പോവാ കേട്ടോ. മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകുന്നത് വേണ്ടോ. അടിപൊളി. പാവാണ്, അതിനെക്കൊണ്ട് റിസ്ക് എടുത്തിട്ട് അല്ലേ. ഒരു പടി നടക്കാൻ പറ്റുമോ വേമാർക്ക് അല്ലേ? പൊന്നോ, ഒരു വീടാണോ നല്ലത്? വെറുതെ കയറുമ്പം കണ്ട് ഓയ്യോ, അതിനെ കൊണ്ട് അങ്ങോട്ട് കയറിയിട്ടോ. അവിടെ നോക്കി ഈ കാണുന്ന കയറ്റം മൊത്തം അതിനെ കൊണ്ട് കയറ്റിച്ച്. നേരത്തെ സ്ഥലത്ത് നിന്ന് പിന്നെയും കുഴപ്പമില്ല. ഈ കണ്ട വെയിറ്റും വെച്ച് കയറ്റങ്ങൾ ഈ കയറ്റം കൽപ്പിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു കുതിരയുടെ കാല് കെട്ടിയിട്ടിരിക്കുന്നു.
പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ജീവിതം മാർഗമെന്നാണ്. എന്ത് ചെയ്യാനാ, അവര് നല്ല സമ്പാദിക്കുന്നുണ്ട്. നമ്മളാരെന്നെ അവർക്കിപ്പോൾ ഒരു ദിവസം ആലോചിച്ചൊക്കെ ഒരു റൈഡിന് 600 റുപ്യ ഒരു ദിവസം. ഒരു ദിവസം 4 ആൾക്കാർ എങ്ങനെ കിട്ടും അവർക്ക്? 4 ആൾ അതിലപ്പുറം കിട്ടും ചിലപ്പോൾ ഓരോ ടീംസിന്. സത്യം പറഞ്ഞാൽ ഒരു മാസം 1 ലക്ഷം റുപ്യ അടുത്ത് ഉണ്ടാക്കാം. 4 കുതിരനെ വാങ്ങിത്തരാം അവിടെ. സത്യം പറയട്ടെ, ഞങ്ങളോട് അവിടെ മറ്റേ ഇവിടെ പോയപ്പോൾ സോനാമാർഗ് എന്താണ് മറ്റേ ഇവിടെ പോയപ്പോൾ ഞങ്ങളോട് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ട്, ഒരു സ്കൂളിൽ പോയിന്നല്ലേ ഞാൻ. ആ സ്കൂളിൽ പോയപ്പോൾ അവർ അങ്ങോട്ട് പറഞ്ഞു ഒരു ദിവസം അതായത് ഒരു മാസം 1 ലക്ഷം റുപ്യ മേലെ വരുമാനം ഉണ്ടാക്കുന്ന ഈ കുതിരനടിച്ച് നടക്കുന്നവരെന്നൊക്കെ പറഞ്ഞേ കേട്ടോ. സംഭവമുള്ള തന്നെ തോന്നുന്നു. അവിടെ നോക്കി അവിടെ കണ്ടോ, ആ സൈഡിൽ നിന്ന് വെയിലിങ്ങനെ ഓറഞ്ച് വെയിലിങ്ങനെ അടിക്കുക കേട്ടോ. അവിടേക്ക് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആയിട്ട് കിട്ടുന്നത്. ഇതൊക്കെ പൂക്കളൊക്കെ നല്ല പൂക്കളുണ്ട്, ഇഷ്ടംപോലെ ഈ മഞ്ഞ പൂ നല്ല രസമാണ് കാണാൻ കേട്ടോ. അടിപൊളിയായിട്ട് ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഒരു കുതിര അതെ പുല്ല് കഴിക്കുന്നു. ഇതുണ്ട ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ആ പൂക്കള്. അതുപോലെ വേണ്ട അടിയിലിതേ വേറെ നീല പൂണ്ട് കേട്ടോ. കണ്ടോ വേണ്ട, അടിപൊളി. നിലത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കണ്ടോ ചെറിയ നീല വൈലറ്റ് കളർ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ നിലത്ത്. നല്ല രസമായിട്ട് കാണാൻ. ആരും നോക്കിയേ, ഇത് വീടാണോ എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. കണ്ടോ ആ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നല്ല രസമാകും, നിലത്ത് മൊത്തം ഇങ്ങനെ പരന്ന് പന്തലിച്ചിക്ക. ഇതുണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കേട്ടോ ഈ വീട് നോക്കിയേ, ഒരു പഴയ സെറ്റപ്പ് കേട്ടോ ഇത് കാണുന്നത്. പഴയ സെറ്റപ്പ് എന്ന് വെച്ചാൽ പഴയ സെറ്റപ്പ്. ഇത് എനിക്ക് തോന്നുന്നു ഫുള്ള് വുഡാണോ? അല്ല, ഇതൊരു സൈസ് കല്ലാട്ടോ. ഇവിടെ നോക്കിയേ, ആ അടിപൊളി കല്ലുകൾ നോക്കി, ചെറിയ ചെറിയ കല്ലുകളാട്ടോ. അടുക്കി വെച്ചിട്ട് ഒയ്യോടാ ഇത് വുഡ്. ആഹാ അത് പക്ക വുഡ് കേട്ടാ. കൊത്തി ഡിസൈൻ ചെയ്തെടുത്ത് കണ്ടാ. ഇതിനകത്ത് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല, ഇതാരും വീടാന്ന് പോലും അറിയില്ല. സംഭവം അടിപൊളി വീട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വീടൊക്കെ കേട്ടോ. കൈസ് ഒരു കോമഡി അഞ്ചിട്ട്, ഇത് സംഭവം ഉള്ളതാണോ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ ജസ്റ്റ് വീഡിയോക്ക് താഴെ കമൻ്റ് അറിയിക്കണേ. എന്നുവെച്ചാൽ ടാറ്റയുടെ സുമയാണ് നിങ്ങളീ കാണുന്നത്. കണ്ടോ ടാറ്റയുടെ സുമ കാണുന്നത്. ഇതുണ്ടോ, ഇതെന്താ സുമ ഗോൾഡ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇതുണ്ടോ ഇവിടെ ടാറ്റയുടെ ലോഗോ കാണുന്നത്. CX വേരിൻ്റെ തോന്നുന്നു. ഇതേ കണ്ടോ സൈഡിലും ഗോൾഡിൽ നിന്ന് സ്റ്റിക്കർ കാണുന്നുണ്ട്. ഫ്രണ്ടിലെ അവസ്ഥ ഞാൻ കാണിച്ചിട്ടെ. ഇതെന്താ പോവും ഫ്രണ്ടിൽ ടയോട്ടർ ലോഗോ. ഇവിടെ ഗോൾഡ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ടയോട്ടർ ലോഗോ, ബാക്കിൽ ടാറ്റയുടെ ലോഗോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും ഇങ്ങനെ വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ടാറ്റയുടെ സുമയാണോ അത് ടയോട്ടയുടെ ഗോൾഡാണോ ഏതാണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് എന്താ കമൻറ്റ് അറിയിക്കില്ല. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. ഇതേപോലെ ടാറ്റയുടെ സുമയുടെ റയർ വണ്ടി ഉണ്ടോ അതാണെന്ന് എനിക്കറിയില്ല ഇട്ടത്. എന്താ സംഭവം എന്നുള്ള വില. എന്ത് നല്ല വേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഫുള്ള് വേസ്റ്റ് കേട്ടോ. കൂടുതൽ പ്ലാസ്റ്റിക്സ് വേസ്റ്റ് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പച്ചപ്പെന്ന് വെച്ചാൽ പച്ചപ്പ്. കുതിര നോക്കിയേ, കുതിര പുല്ല് നിന്ന് ഗൈസ്. നമ്മളെ ഇതിന് ഫോട്ടോ എടുക്കുക കേട്ടോ കുതിരൻ്റെ. കുതിര പുല്ല് കഴിക്കുന്നു ഗൈസ്. ഇതെല്ലാം ആളുകൾ മേഞ്ഞ് നടക്കുന്ന കുതിരയാണ് കേട്ടോ. ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു കുറഞ്ഞ റൗണ്ടിന് 300 റുപ്യൊക്കെയായിട്ട് അവർ ചാർജ് ചെയ്യുന്നു. പാവതുണ്ടോ അത് കൊണ്ടൊക്കെയോ. എന്നെ രസം എങ്ങനെ നടന്നു പോകണ കാണാൻ നല്ല രസം കേട്ടോ.
അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി നോക്കാം എടാ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇൻട്രോ ഇല്ല കേട്ടോ. ഞാൻ ഇന്നിവിടെ ഗുൽമാർഗിൽ എത്തുന്ന പ്രതീക്ഷിച്ചില്ല. അങ്ങോട്ടൊക്കെ സൂര്യൻ ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ അടിക്കുന്നത്. അടിപൊളി ഫ്രെയിമാട്ടോ. പച്ചപ്പ് കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കാശ്മീരിൽ നിങ്ങൾക്ക് പച്ചപ്പും കിട്ടുന്നുണ്ടെങ്കിൽ സമയത്തായിരുന്നു. രണ്ടിനും വേറെ തന്നെ ഭംഗിയാട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് ഗുൽമർഗിൽ വരുന്നവർ എനിക്ക് എന്നും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു മഞ്ഞുള്ള സമയത്ത് വരുന്ന കേട്ടോ. നല്ല മഞ്ഞുള്ള സമയത്ത് റോപ്പിലൊക്കെ കയറി അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ സീസൺ ടൈം ആവും, അപ്പോൾ അത്യാവശ്യം റേറ്റ് കൂടും, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. വേറെ പ്രശ്നമൊന്നുമില്ല. അത് ചെറിയൊരു മലൻ്റെ മണ്ട കയറിയാടാ. എടാ ആ വീടിന് ഫ്രെയിം നല്ല രസമുണ്ടാ. ആ ഫ്രെയിമില്ലേ, ആ മഞ്ഞ വീട് നല്ല രസമുണ്ട്. ഇതിലേക്ക് എടുത്താൽ വീട് കാണിച്ചിട്ടേ ഞാനിപ്പോൾ ഗുൽമർഗിലാട്ടുള്ളത്. ഒരു കിടിലും വീട് കേട്ടോ. അവിടെ നോക്കിയേ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മഞ്ഞ വീട് കണ്ടോ, അടിപൊളി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലടിച്ചിട്ട് കറക്റ്റ് ഫ്രെയിമിന് മാച്ചായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന്. അടിപൊളി വീട് കേട്ടോ, രക്ഷയില്ല സീന്. ഈ ഒരു വ്യൂ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കട്ടെ വീഡിയോക്ക്. അത് സോനമാർഗിലെ കിടിലം പച്ചപ്പിൻ്റെ കാഴ്ചകളാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ കയറി ഫുൾ വേസ്റ്റ് ആട്ടോ. വേസ്റ്റ് നല്ല രീതിയിലാണ് അവിടേക്ക് ഫുൾ അതിലൊക്കെ വേസ്റ്റ് ആട്ടോ ഇട്ടുള്ളത്. അടിപൊളി കാഴ്ച കേട്ടോ. അവിടെ ഒരു നീലപ്പൂ കാണുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കണം. എടാ അത് നീലക്കുറിങ്ങി വല്ലോ ആണോ? നീലക്കുറിങ്ങിയാണോ അത്? അത് ശരി, അങ്ങോട്ട് ഗുൽമാർഗിലുള്ള നീലക്കുറിങ്ങി. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇത് കുതിര കേട്ടോ, പുള്ളിക്കാരൻ കുതിരനെ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേട്ടോ. 600 ഉറുപ്പിക ചോദിക്കുന്നത്. പൈസ അങ്ങോട്ട് നോക്കിയാ മോനെ പൊളിച്ച് ഒരു രക്ഷയില്ലട്ടാ. ആ മലയുടെ വേക്കുന്ന സൂര്യൻ അടിച്ചിട്ട് ഒരു പ്രത്യേക ഭംഗിയാട്ടാ കാണാൻ. അങ്ങനെ നമ്മളെ ഗുൽമർഗിൽ നിന്ന് തിരിച്ചിറങ്ങാം കേട്ടോ. തിരിച്ച് നമ്മൾ ശ്രീനഗറിൽ നിന്ന് പോയിട്ട് ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ ഈ ആർമിയുടെ വണ്ടിയെ പോകുന്നത്. ഞാൻ അതാട്ടോ ഇതിൻ്റെ ഹെൽമെറ്റ് തിരിച്ചത്. ആർമിയുടെ വണ്ടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പോകണം. നമ്മളിനി സോനാമാർഗിലോട്ട് അടുത്ത വീഡിയോ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സോനാമാർഗിലെ കാഴ്ചകൾ കഴിക്കാരം. അങ്ങനെ ശ്രീനഗറിൽ പോവാട്ടോ. ശ്രീനഗറിൽ പോകണ വഴിക്കിൽ നമ്മൾ സോനമാർഗിൽ ശ്രീനഗറിൽ പോകണ വഴിക്കിൽ കണ്ടാട്ടോ. അങ്ങോട്ട് നോക്കിയേ, ഇവിടുത്തെ പൊരിക്കടി, കാശ്മീരിലെ സ്റ്റൈലിൽ പൊരിക്കടികളവിടെ നിങ്ങൾ ഈ കാണുന്നത്. പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെ നോക്കിയേ, പല ടൈപ്പ് പൊരികളുണ്ട് കേട്ടോ. കൊക്കോട, മുളക് ബജ്ജി, എന്താ കടല, ഇതെല്ലാം മസാലയിൽ മുക്കിയിട്ട് പൊരിച്ച് കിടന്നുണ്ടോ. ഉരുളങ്കിഴങ്ങ്, അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റുകളാണ്. അവരുടെ പുള്ളിക്കാരന്മാർ നമ്മുടെ നാട് വിളിച്ച എന്താണെന്നറിയില്ല. പൊന്നു ഇത് സംഭവം ന്യൂഡിൽസ് സംഭവം ഉണ്ടോ. അതിന് പൊരിക്കുന്നു പരത്തിയിട്ട് അടിപൊളി വലിയൊരു സാധനവും. ഇതാണ് കാശ്മീരിലെ പലഹാരങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് മൊത്തം. ഇത് കണ്ടോ, പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് 80 ഗ്രാമിന് 20 ഉറുപ്പിക കേട്ടോ ഈ സാധനം. പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. വലിയൊരപ്പം നോക്കിയേ, വലിയൊരപ്പം അതും കൂടി മിക്സ് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ.
ഇപ്പം നമ്മുടെ നാട്ടിലെ കടൽ പൊരിച്ചത് അതെന്തോ കൊള്ളി പോലത്തെ സാധനം. അതെന്തൊരു കൊള്ളിയാണ് എന്തെങ്കിലും അടുത്ത കഴിച്ചപ്പോൾ എന്ത് തോന്നി? മരക്കൊള്ളി. എന്തോ മരക്കൊള്ളി കേട്ടോ, എന്തോ മധുരമുള്ള എന്തിൻ്റോ മരക്കൊള്ളി ആ. അങ്ങനെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ട്. എല്ലായിടത്തും ഈ സാധനങ്ങൾ മൊത്തം പല ടൈപ്പ് സാധനങ്ങൾ കാണുന്നു. നടന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. Yes sir, I think may expect for he is 12th standard. Yes. അങ്ങനെ ഗൈസ് ലാസ്റ്റ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടുമുട്ടി. അവൻ കുറച്ച് അവർ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ നമ്മളത് കുറേ നേരം സംസാരിച്ചിരുന്നുണ്ട് അവരോട്. അപ്പോൾ അങ്ങനെ നമ്മളത് ഇനി ശ്രീനഗറിലാണ്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ സോനമാർഗിലെ കാഴ്ചകളാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെയാലും ഈ വൈറ്റ് മച്ചാൻ വ്ളോഗ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വ്ളോഗ് വരാണ്ട്. ഇപ്പം നിലവിൽ ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം ഒരു സമ്മർ ടൈമിലെ കാശ്മീരിലെ വീഡിയോസാണ്. ഞാനിത് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയതാണ്. ഏകദേശം 1.5 മാസം മുമ്പത്തെ വ്ളോഗാണ്, എടുത്ത് വെച്ച വ്ളോഗാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാശ്മീരിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്. മണാലിയിലും എല്ലാം മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് പോകാൻ വിട്ടോളി മക്കളെ. കിടിലൻ ക്ലൈമറ്റാണ് ഇപ്പോൾ. കിടിലെന്ന് വെച്ചാൽ കിടിലാണ്. കിട്ടുന്ന പാക്കേജ് എടുത്ത് പോയിക്കോളിട്ടാ, അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഞാൻ സ്വന്തം വൈറ്റ് മച്ചാൻ. സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.